അമേരിക്കയുടെ ആരോപണങ്ങൾ മാൻഹാട്ടനിലെ കോടതിയിൽ നിഷേധിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ നിരപരാധിയും മാന്യനുമാണെന്ന് മദുറോ കോടതിയിൽ പറഞ്ഞു. കേസിൽ മാർച്ച് 17-ന് അടുത്ത വാദം കേൾക്കും. അതിനിടെ വെനസ്വേലയിൽ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മദുറോയെ വിട്ടയക്കണമെന്ന് UN രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. ഫൈസൽ ഹംസയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, നിരപരാധിയാണെന്നാണ് വെനസ്വേലൻ പ്രസിഡന്റ് കോടതിയിൽ പറഞ്ഞത്. കോടതി നടപടികൾ എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം അതെങ്ങനെയാണ്? കീർത്തന, ആതിര, പ്രധാനമായും നിക്കോളാസ് മദുറോയ്ക്കെതിരെ അമേരിക്ക ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ നാർക്കോ ടെററിസം, കൊക്കൈൻ കടത്തിന് സഹായം ചെയ്യൽ, ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു. ഈ കുറ്റങ്ങളെല്ലാം വെനസ്വേലൻ പ്രസിഡന്റ് കോടതിയിൽ, മാൻഹാട്ടനിലെ കോടതിയിൽ നിഷേധിച്ചു. താൻ നിരപരാധിയാണ്, യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, മാത്രമല്ല യുദ്ധ തടവുകാരനാണ് എന്നുള്ള വാദമാണ് മദുറോ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസ് വീണ്ടും മാർച്ച് 17-ന് പരിഗണിക്കാനാണ് കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എന്തായിരിക്കും മദുറോയുടെ ഭാവി എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കുന്നു. കാരണം വെനിസ്വേലയിൽ നിന്ന് ഇനി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഡെൽസി റോഡ്രിഗസ് ഇന്നലെ ചുമതലയേറ്റ ശേഷമുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറെ ശ്രദ്ധേയമാണ് അവരുടെ ഒരു നിലപാട് മാറ്റം. നേരത്തെ അവർ പ്രതികരിച്ചിരുന്നത് അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള സഹകരണവും ഉണ്ടാവില്ല, മദുറോയെ പിടിച്ചു കൊണ്ടുപോയത് നീതിയുക്തമല്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അധികാരമേറ്റ ശേഷം അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം, ഇന്നലെയാണ് ട്രംപ് അവർക്കെതിരെ ഒരു ഭീഷണി ഉയർത്തുന്നത്. അമേരിക്കയുമായി സഹകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നിലപാട് മാറ്റം എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല മറ്റു തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മദുറോയെ പിടിച്ചു കൊണ്ടുപോകുന്നതിൽ ഡെൽസി റോഡ്രിഗസിന് കൂടി പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയുമായി അവർ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ള തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത് കൂടി ഇതുമായി ചേർത്ത് വയ്ക്കണം. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെയാണ് UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചേർന്നത്. ചൈനയും റഷ്യയും മദുറോയെ വിട്ടയക്കണമെന്ന് അമേരിക്കയോട് ശക്തമായി ആവശ്യപ്പെട്ടു. പക്ഷേ അമേരിക്ക പറഞ്ഞത് ഒരു അധിനിവേശമല്ല നടത്തിയത് എന്ന് തന്നെയാണ്. ഒരു കുറ്റവാളിയാണ്, ഒരു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും മദുറോയ്ക്ക് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. എന്തായാലും മദുറോയ്ക്ക് വേണ്ടി കോടതിയിൽ ഇന്നലെ ഹാജരായത് ബാരി പൊള്ളാക്ക് ആയിരുന്നു. അദ്ദേഹത്തെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ജൂലിയൻ അസാഞ്ചിൻ്റെ കേസ് വാദിച്ചിരുന്ന വക്കീലാണ് അദ്ദേഹം. അദ്ദേഹത്തെ തന്നെയാണ് മദുറോയ്ക്ക് വേണ്ടി വാദിക്കാൻ നിയോഗിച്ചിരിക്കുന്നതും. എന്തായിരിക്കും ഇനി അടുത്ത വാദം എന്നുള്ളത് നമുക്ക് മാർച്ച് 17-നാണ് അറിയാൻ സാധിക്കുക. ആതിര, കീർത്തന.